ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് നിന്ന് പൂടൂര് പോകുന്ന റൂട്ട്. ഇത് ബസ് റൂട്ടാണ്. ഇപ്പോൾ നമുക്കവിടെ കൺവെൻഷൻ സെൻറ്റർ കാണാം, ബിജീസിൻ്റെ കൺവെൻഷൻ സെൻറ്റർ കാണാം. ഇതാണ് പൂടൂര് പാലം. പൂടൂര് പാലമാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ നിന്ന് ബസ് റൂട്ടാണ്. ഈ ഒരു ജംഗ്ഷൻ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് വിട്ട ഒരു 500 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇത് മാംഗോ കൗണ്ടി റിസോർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. 5 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കംപ്ലീറ്റ് പില്ലറിൽ കെട്ടിയിട്ടുള്ള വീടാണ്. പില്ലർ ഫൗണ്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് കംപ്ലീറ്റ് നിറച്ച് പില്ലർ ഫൗണ്ടേഷൻ, ഏകദേശം 7 അടിക്ക് താഴെയായിട്ട് പില്ലർ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. 2 വർഷം പഴക്കമുള്ള വീട്. അത്യാവശ്യം നല്ല കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൾബറിയുടെ ഒരു മരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് മൾബറിയുടെ മരമാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ സ്ഥലമുള്ളൂ ഈ സൈഡിലേക്ക്. ഇതാണല്ലോ, ചാമ്പയ്ക്കൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പച്ച കളറുള്ള ചാമ്പയ്ക്ക കേട്ടോ. ഒരെണ്ണം വലിച്ച് ഒന്ന് കഴിച്ച് നോക്കാൻ തീരുമാനിച്ച്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ആണല്ലേ, മരം നിറച്ച് ചാമ്പക്ക നിൽക്കുന്നുണ്ട്. ചെറിയൊരു മരം, ശരിക്കും പറഞ്ഞാൽ സ്ഥലം തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അതിനകത്ത് ചാമ്പക്ക. ഇതൊരു മൾബറി മരമാണ്. അങ്ങനെ മൾബറി 2 മരമുണ്ട്, ചാമ്പക്കയുണ്ട്. അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ ഇത്രയും ചെറിയ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. തിരുമുന്ന കല്ല്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ആൾ താമസമില്ല, അതുകൊണ്ട് തന്നെ ഇത് അടച്ചു കിടക്കുകയാണ്. എന്നാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് ബോർ വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീട് ഫ്രണ്ടേജ് ഉള്ളത്. ഇവിടെ ഒരു വെളിയിലുള്ള ഔട്ട് സൈഡിലുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റൈലിലുള്ളതാണ്. ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകുന്നുണ്ട്. അവരിപ്പോൾ ടൗണിലാണ് താമസം, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വെറുതെ വെച്ചിട്ടിരിക്കേണ്ടതുകൊണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഗ്യാസ് കുറ്റിയൊക്കെ വെളിയിലാണ് വെക്കാനുള്ള ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം മുല്ല, അതുപോലെ തുളസി, അങ്ങനെ കാര്യങ്ങൾ. ഇതവിടെ കണക്കുറുക്കൻ്റെ ഇല, അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ ചെറിയ ചെടികൾ ഉള്ള സ്ഥലത്ത് അവർ പലതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ ഒരു കിടക്കുന്നത്. ആൾ താമസം ഉണ്ടെങ്കിൽ കുറേ കൂടി നീറ്റായിട്ട് കിടക്കുന്നുണ്ടാവും. നല്ല രീതിയിൽ ഇപ്പോൾ അത്യാവശ്യം ചെടികൾ ഇവിടെ ആളില്ലാതെ തന്നെ അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോഡാണ് പോകുന്ന, പഞ്ചായത്ത് റോഡാണ് ഫ്രണ്ടിലൂടെ കാണുന്നത് നമ്മൾ. നല്ല ബോഗൻവില്ല നല്ല കൊണ്ടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് അവർ ചുറ്റുവട്ടം, നമ്മളിപ്പോൾ ചുറ്റുവട്ടം കണ്ടു. ഇനി വീട്ടിൻ്റെ ഉൾവശം നോക്കാം. കയറിയ വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും ലൈറ്റിങ് കാര്യം കൊടുത്തിട്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒരു തേക്കിൻ്റെ ഡോറ്, അതുപോലെ തേക്കിൻ്റെ വിൻഡോ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് മരത്തിൻ്റെ വിൻഡോസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഉള്ളിലുള്ള പെയിൻ്റൊക്കെ കളർ വേറെയാണ്, മരത്തിൻ്റെ കളറല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. കയറിയ വഴിക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ. ഇവിടെ അവർ കർട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കർട്ടൺസ് ഒന്നും അവർ കൊണ്ടുപോയില്ല കേട്ടോ. ഈ കളറിന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. 3 ഫേസ് ലൈനാണുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ നല്ല ടൈൽസും കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്കാണ് എൻട്രി. സ്റ്റെയറിലും എല്ലാവിടെയും ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഫസ്റ്റ് ബെഡ്റൂം പോവാം. അറ്റാച്ച്ഡാണ്, 2 ബെഡ്റൂമുള്ളൂ, 2 അറ്റാച്ച്ഡാണ്. പിന്നെ ഇതിൽ വിൻഡോസിലെല്ലാം കൊടുത്തിരിക്കുന്ന കമ്പി വന്നിട്ട് ഇരുമ്പല്ല, സ്റ്റീലിൻ്റെയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ഫസ്റ്റ് വാഷ്റൂം. ഇവിടെ ഒരാൾക്ക് നേരെ കയറി താമസിക്കാനുള്ള ലെവലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണല്ലേ, ഇരുമ്പല്ല സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും നല്ല ഈസിയാണ്. ഇവിടെ ഷെൽഫിൻ്റെ ഉണ്ട്, ഇതിന് നമുക്ക് ഡോർ ഫിറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ളൂ. ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഡൈനിങ് സ്പേസ്, അതിനോട് ചേർന്ന് അതിൻ്റെ വാഷ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. കർട്ടൺസ് എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ, അതൊന്നും അവർ കൊണ്ടുമില്ല. അതാണല്ലേ വിൻഡോസ്, ലൈറ്റിങ്ങിൻ്റെ വിൻഡോസും കാര്യങ്ങളും, അതുപോലെ തന്നെ വാഷ് ബേസിൻ. ഇവിടെ നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ആ സൈഡിലേക്ക് പോകുന്ന വഴിക്ക് വാളിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് അടുത്ത ബെഡ്റൂം, 2ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഇതും അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്, അതും അറ്റാച്ച്ഡാണ്. ഓക്കെ, അത്യാവശ്യം ഏകദേശം സെയിം ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ വാഷ്റൂമും കൊടുത്തിരിക്കുന്നത്. എല്ലാം യൂറോപ്യൻ ടൈപ്പ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലുള്ള കബോർഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതും ചേർത്താണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു.
പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ കിച്ചണിൽ താഴെ വാൾഡ്രോപ്സ് ഉള്ളത് ആ കബോർഡുകളും ചെയ്തിട്ടുണ്ട്. മേലുള്ളതിന് മാത്രം നമ്മൾ ഡോറുകൾ വെക്കണമെന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു വർക്കേ ഉള്ളൂ. അവിടെ നമുക്ക് എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും പിന്നെ ക്ലീൻ ചെയ്യാനുള്ള വെച്ചാൽ വലിയ പാത്രങ്ങൾ കഴുകാനുള്ള ക്ലീൻ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ടോട്ടൽ വീട്. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 1450 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. പില്ലർ ഫൗണ്ടേഷനാണ്, അതാണ് സ്ട്രോങ് ആയിട്ടുള്ള പില്ലർ ഫൗണ്ടേഷനാണ്. അടുത്തുള്ള വീടുകളെക്കാട്ടിലും കുറച്ച് ഹൈറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് തന്നെ. അത്യാവശ്യം കുറച്ച് ഹൈറ്റിലായിട്ട് തന്നെയാണ്, റോഡിനോടും കൂടി കുറച്ച് മേലേക്കായിട്ട് തന്നെയാണ് വീട് നിൽക്കുന്നത്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഇതിനകത്തുള്ള സ്റ്റീലും കാര്യങ്ങളും കമ്പികൾ ഉപയോഗിച്ചൊക്കെ ടാറ്റാ സ്റ്റീലിൻ്റെ കമ്പികളാണ് കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തൊരു വീടാണ്. എല്ലാവിടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെയും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്ന പോലെ മേലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുട്ടികൾക്ക് സ്റ്റഡി റൂം, അതുപോലെ ഒരു പർഗോള മേലെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ. അതിന് മേലുള്ള ഷീറ്റ് മാറ്റി നമുക്ക് കണക്ട് ചെയ്ത് കിട്ടാൻ പറ്റും. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ്. എന്നാൽ വെള്ളത്തിൻ്റെ കുത്തും കാര്യമൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ് അതിനകത്ത് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ഒലോക്കോട് സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ലുലു മാളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ യാത്രയുണ്ട് കേട്ടോ. 20 മിനിറ്റ് യാത്ര മാത്രം മതി ഒലോക്കോടിലേക്കായാലും ലുലു മാളിലേക്കും. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ മേഴ്സി കോളേജിലേക്ക് പോകാൻ നമുക്കൊരു 10 മിനിറ്റ് മാത്രം മതി. അതുപോലെ ഒരു 15 മിനിറ്റ് നമുക്ക് മാക്സിമം ഒരു KSRTC എത്താനായിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബസ് റൂട്ടിലേക്ക്, ഇപ്പോൾ കൂടൂർ ബസ് റൂട്ടിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 500 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് 45 ലക്ഷം രൂപയാണ്, 45 lakhs ആണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ അതിനുവേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാകും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.